Now we have another theorem, that is local parameterizations of plane curves are unique up to reparameterization. അതായത് ഒരു പ്ലെയിൻ കർവിൻ്റെ ലോക്കൽ പാരാമീറ്ററൈസേഷൻസ് യുണീക്കാണ് അപ് ടു reparameterization. That is, in another words, we can say that given any parameterization beta from I tilde to C of a segment of C containing P, there exists a smooth function h from I to R with h dash of t greater than 0 for all t belongs to I, such that beta of t equal to alpha of h of t for all t belongs to I tilde, where alpha is the unit speed local parameterization. That is, ഒരു പ്ലെയിൻ കർവിൻ്റെ ലോക്കൽ പാരാമീറ്ററൈസേഷൻ യുണീക്ക് ആയിരിക്കും ടു റീപാരാമീറ്ററൈസേഷൻ. സോ അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഈ പറഞ്ഞിട്ടുള്ളത്. റീപാരാമീറ്ററൈസേഷൻ്റെ ഡെഫിനിഷനാണ്. ദാറ്റ് ഈസ് റീപാരാമീറ്ററൈസേഷൻ എന്ന് പറഞ്ഞാൽ വി ക്യാൻ എക്സ്പ്രസ് ബീറ്റ ആസ് സം composition of some alpha and h, where h is a smooth function. അങ്ങനെ ഒരു സ്മൂത്ത് ഫങ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആൽഫ ബീറ്റയുടെ അല്ലെങ്കിൽ ബീറ്റ ആൽഫയുടെ റീപാരാമീറ്ററൈസേഷനാണ് എന്ന് പറയാൻ പറ്റും. സോ ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് നമുക്കറിയാം ബീറ്റ ഒരു പാരാമീറ്ററൈസേഷനാണെന്ന് തന്നിട്ടുണ്ട്. ബീറ്റ ഫ്രം ഐ ടിൽഡ ടു സി ഒരു പാരാമീറ്ററൈസേഷനാണ് ഫോർ സം സെഗ്മെൻറ്റ്, സിയുടെ ഒരു സെഗ്മെൻറ്റ് കണ്ടെയ്നിങ് പി. ദെൻ വി കൺസിഡർ പ്ലെയിൻ കർവാണ്, അതുകൊണ്ട് അതിൻ്റെ ഒരു ബീറ്റ ഓഫ് ടി എന്നുള്ള പോയിന്റിലെ ടാൻജൻറ്റ് സ്പേസ് 1 ഡയമെൻഷനിലായിരിക്കും. അതിനൊരു ബേസിസ് ഉണ്ടാവും. വി ടേക്ക് ഇറ്റ് ആസ് വെക്റ്റർ ഫീൽഡിൻ്റെ ഫോമിലാണ് എടുക്കുന്നത്, എക്സ് ഓഫ് ബീറ്റ ഓഫ് ടി. ഈ എക്സ് എന്ന് പറഞ്ഞാൽ വെക്റ്റർ ഫീൽഡാണ്, obtained by rotating an angle -π/2 del f ഗ്രേഡിയൻറ്റിനെ -π/2 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ എക്സ് കിട്ടുന്നത്. കഴിഞ്ഞ തിയറത്തിൽ പറഞ്ഞിട്ടുള്ള അതേ വെക്റ്റർ ഫീൽഡ് എക്സ് ആണ്. സോ ഇറ്റ് ഈസ് എ ബേസിസ് ഫോർ ദി 1 ഡയമെൻഷണൽ സ്പേസ് സി ബീറ്റ ഓഫ് ടി. സോ എനി വെക്റ്റർ ഇത് ടാൻജൻറ്റ് സ്പേസിൻ്റെ ബേസിസ് ആണ്. സോ ഏതൊരു ടാൻജൻറ്റ് വെക്റ്ററിനെ നമുക്ക് ഈ എക്സ് ഓഫ് ബീറ്റ ഓഫ് ടിയുടെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. സോ വി ടേക്ക് എ ടാൻജൻറ്റ് വെക്റ്റർ. ടാൻജൻറ്റ് വെക്റ്ററിനെ നമ്മൾ വെലോസിറ്റി വെക്റ്ററായിട്ടാണ് ടാൻജൻറ്റ് വെക്റ്റേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുക. സോ ബീറ്റ ഡോട്ട് ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ബീറ്റ ഓഫ് ടിയുടെ മൾട്ടിപ്പിൾ സം കെ ഇൻറ്റു എക്സ് ഓഫ് ബീറ്റ ഓഫ് ടി, വേർ k is greater than 0 and k is a real number and it is greater than 0. Now രണ്ട് സൈഡിലും നോം എടുക്കുക. നോം ഓഫ് ബീറ്റ ഡോട്ട് ഓഫ് ടി ഈക്വൽ ടു നോം ഓഫ് k ഇൻറ്റു എക്സ് ഓഫ് ബീറ്റ ഓഫ് ടി, ദാറ്റ്സ് ഈക്വൽ ടു മോഡ് k ഇൻറ്റു നോം ഓഫ് എക്സ് ഓഫ് ബീറ്റ ഓഫ് ടി എന്ന് കിട്ടും. ദാറ്റ് ഈസ് k ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് മോഡുലസ് ഓഫ് k ഈക്വൽ ടു k എക്സ് ഓഫ് നോം ഓഫ് എക്സ് ഓഫ് ബീറ്റ ഓഫ് ടി എന്ന് കിട്ടും. ദിസ് ഈസ് നോം ഓഫ് ബീറ്റ ഡോട്ട് ഓഫ് ടി. സോ ദിസ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി തിയറം യൂണിറ്റ് സ്പീഡ് ലോക്കൽ പാരാമീറ്ററൈസേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഈസ് 1, നോം ഓഫ് എക്സ് ഈക്വൽ ടു 1. സോ ദിസ് ഈക്വൽ ടു കെ. സോ ഈ കെയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇവിടെ നമ്മളൊരു കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബീറ്റ ഡോട്ട് ഓഫ് ടി കാണാൻ. അപ്പോൾ കെയുടെ വാല്യൂ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നോം ഓഫ് ബീറ്റ ഡോട്ട് ഓഫ് ടി, ദാറ്റ് ഈസ് ബീറ്റ ഡോട്ട് ഓഫ് ടി ഈക്വൽ ടു നമ്മൾ എഴുതിയിരുന്നത് കെ ഇൻറ്റു എക്സ് ഓഫ് ബീറ്റ ഓഫ് ടി എന്നായിരുന്നു, എക്സ് ഓഫ് ബീറ്റ ഓഫ് ടി. ദാറ്റ്സ് ഈക്വൽ ടു കെയുടെ വാല്യൂ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് നോം ഓഫ് ബീറ്റ ഡോട്ട് ഓഫ് ടി, ദാറ്റ് ഈസ് norm of beta dot of t into x of beta of t. So this is equation number 1.
beta dot of t equal to norm of beta dot of t into x of beta of t. Now we define a function h of t equal to integral t naught to t norm of beta dot of t dt, where beta of t naught equal to some p. Now h dash of t equal to derivative എടുക്കുമ്പോൾ we get norm of beta dot of t, which is norm of beta dot of t നമുക്ക് beta dot of t നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇതാണ്. സോ അതിൻ്റെ നോം ഈസ് ഗ്രേറ്റർ ദാൻ 0 for every t belongs to I. That is h dash of t greater than 0 means h of t is monotonically increasing. First derivative greater than 0 ആണ്. So the function is increasing, monotonically increasing. The function h from I tilde to r real numbers is a monotonically increasing smooth function, and h of t naught equal to h of t naught എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ t naught to t naught എന്ന് വരും. അപ്പോൾ അത് 0 such that h of t naught equal to 0. Then we consider the parameterized curve. We have beta and h. So we consider the parameterized curve beta composition h inverse. Beta composition h inverse എന്ന കർവ് കൺസിഡർ ചെയ്യുക. Then beta composition h inverse dot കണ്ടു കഴിഞ്ഞാൽ that is beta of h inverse of t dot. So by definition of derivative of composition, it is beta dot h inverse of t into h inverse of t dash, അതിൻ്റെ ഡെറിവേറ്റീവ്. സോ h ഇൻവേഴ്സ് ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് കാണും. ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് വി കൺസിഡർ അറ്റ് y ഈക്വൽ ടു സം f ഇൻവേഴ്സ് ഓഫ് x, ദെൻ x ഈക്വൽ ടു f ഓഫ് y എന്ന് എഴുതാം. ദെൻ ടേക്കിംഗ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x, വി ഗെറ്റ് dx by dx ഈക്വൽ ടു f dash of y into dy by dx. So dy by dx equal to, this is 1 by f dash of y, 1 by f dash of y into 1 by f dash of y എന്ന് കിട്ടും. So f dash of y means dy by dx means it is d by dx of f inverse of x, that is d by dx of f inverse of x equal to 1 by f dash of y, that's equal to 1 by f dash of y means f inverse of x, f dash of f inverse of x എന്ന് കിട്ടും. സിമിലർലി h ഇൻവേഴ്സ് t അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1 by h dash into h dash of h inverse of t എന്ന് കിട്ടും. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിൽ ബീറ്റ കോമ്പോസിഷൻ h ഇൻവേഴ്സ് ഡോട്ട് ഓഫ് ടി ഈക്വൽ ടു ബീറ്റ ഡോട്ട് h inverse of t into 1 by h dash of h inverse of t. So beta of h inverse of t dot divided by, we have h dash of h inverse of t. h dash of t നമുക്കറിയാം h dash of t equal to norm of beta dot t. So h dash of h inverse of t,
എന്ന് പറഞ്ഞാൽ ടിയുടെ സ്ഥാനത്ത് എച്ച് ഇൻവേഴ്സ് കൊടുക്കണം. ബീറ്റ ഡോട്ട് ഓഫ് എച്ച് ഇൻവേഴ്സ് ഓഫ് ടി എന്ന് കിട്ടും. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബീറ്റ ഡോട്ട് ഓഫ് എച്ച് ഇൻവേഴ്സ് ഓഫ് ടി. Now we have equation 1, that is beta dot t equal to norm of beta dot t into x of beta of t. That is ഇവിടെ നമുക്ക് ബീറ്റ ഡോട്ട് ടി അല്ല ഉള്ളത്, ബീറ്റ ഡോട്ട് ഓഫ് എച്ച് ഇൻവേഴ്സ് ഓഫ് ടി ആണ്. ബീറ്റ ഡോട്ട് ഓഫ് ടി എഴുതാം. ബീറ്റ ഡോട്ട് ഓഫ് ടി ഈക്വൽ ടു norm of beta dot t into x of beta of t. So beta dot of h inverse of t equal to t സ്ഥാനത്ത് h inverse of t കൊടുക്കുക. beta dot h inverse of t norm of beta dot h inverse of t into x of beta of h inverse of t എന്ന് കിട്ടും. So here beta dot of h inverse of t equal to equation ഒന്നുകൂടെ എഴുതുന്നുണ്ട്. beta composition h inverse dot of t equal to, we get beta dot h inverse of t divided by norm of beta dot of h inverse of t എന്നാണ്. സോ norm of beta dot h inverse of t എന്ന് പറഞ്ഞാൽ it is okay, norm of beta dot of h inverse of t, അതിന് പകരം beta dot h inverse of t, we can substitute this result, that is we get beta dot, നമുക്ക് ന്യൂമറേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബീറ്റ ഡോട്ട് എച്ച് ഇൻവേഴ്സ് ഓഫ് ടിക്ക് പകരം norm of beta dot of h inverse of t into x of beta of h inverse of t divided by numerator beta dot h inverse of t. So this cancelled, we get beta composition h, beta composition h inverse dot t equal to x of beta of h inverse of t എന്ന് കിട്ടും. സോ ഈ കണ്ടീഷൻ, that is alpha dot of t equal to x of alpha of t means alpha is an integral curve of x. ഇവിടെ അതേ കണ്ടീഷനാണ്. ആൽഫയുടെ സ്ഥാനത്ത് ബീറ്റ കോമ്പോസിഷൻ എച്ച് ഇൻവേഴ്സ് ആണ്. ബീറ്റ കോമ്പോസിഷൻ എച്ച് ഇൻവേഴ്സ് ഡോട്ട് ടി ഈക്വൽ ടു എക്സ് ഓഫ് ബീറ്റ കോമ്പോസിഷൻ എച്ച് ഇൻവേഴ്സ് ഓഫ് ടി. ദാറ്റ് മീൻസ് ദിസ് കർവ് ബീറ്റ composition h inverse is an integral curve of the vector field x with beta composition h inverse of 0. ഒന്ന് കണ്ടു നോക്കാം. beta of h inverse of 0, that is beta of h of t naught 0 ആണ് നമ്മൾ എഴുതിയിരുന്നു. സോ h inverse of 0 എന്ന് പറഞ്ഞാൽ that is t naught, beta of t naught.
ബീറ്റ ഓഫ് ടി നോട്ട് പി ആണ്. സോ നമുക്കറിയാം എക്സ് എന്ന വെക്റ്റർ ഫീൽഡിന് അതിനൊരു ഇൻ്റഗ്രൽ കർവ് ആൽഫ ഉണ്ടാവും. നമുക്കിപ്പോൾ ബീറ്റ കോമ്പോസിഷൻ എച്ച് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഒരു ഇൻ്റഗ്രൽ കർവ് കിട്ടി. ബൈ ദി യുണീക്ക്നെസ് ഓഫ് ദി ഇൻ്റഗ്രൽ കർവ് ഓഫ് എ വെക്റ്റർ ഫീൽഡ് വി ഗെറ്റ് this B composition H inverse of T equal to alpha of T. So this B is alpha of 0. So beta composition H inverse of T equal to alpha of T for every T belongs to I by the uniqueness of a maximal integral curve. That means beta composition H inverse of T equal to alpha of T implies beta of H inverse of T, beta composition H inverse equal to alpha. This is for every T belongs to I. That implies beta equal to alpha composition H. That means beta of T equal to alpha of H of T for every T belongs to I tilde. So this is, here is I tilde also, domain of beta composition H inverse. That is, we take a parameterization beta. Now we get beta equal to alpha composition H. That means the definition of reparameterization. That means the local parameterization beta is unique up to the reparameterization alpha composition H. So that is the theorem. That is, local parameterization of plane curves are unique up to reparameterization. Next we have a definition, circle of curvature. For C, an arbitrary oriented plane curve and P belongs to C, be such that K of P, the curvature, is non-zero, there exists a unique oriented circle O called the circle of curvature of C at P, which is tangent to C at P, that is Cp equal to OP, is oriented consistently with C, that is n of P equal to n1 of P, where n and n1 are respectively the orientation normals of C and O. And third one, whose normal turns at the same rate at P as does the normal to C. That is del Vn equal to del Vn1 for all V belongs to Cp. That's equal to OP. We have the picturization like this. That is, circle of curvature means we have an oriented plane curve C. C എന്ന് പറയുന്ന ഒരു പ്ലെയിൻ കർവ് ഉണ്ട്, ആൻഡ് ഇറ്റ്സ് കർവേച്ചർ ഈസ് നോൺ സീറോ. ദാറ്റ് ഈസ് സ്ട്രെയിറ്റ് ലൈൻ പോർഷൻസ് ഇല്ല സിയിൽ, എല്ലാം കർവിങ് പോർഷൻസ് ആണ്. ദെൻ there exists a circle O. The circle of curvature is denoted by O, and it is called the circle of curvature of the plane curve at the point P if it satisfies three conditions. First one, it is convergent to C at P. That is, C എന്ന കർവിൽ നമ്മൾ P എന്ന പോയിന്റിൽ ഉള്ള കർവേച്ചർ ഓഫ് സി, സർക്കിൾ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് കണ്ടീഷൻ സി പി ഈക്വൽ ടു ഒ പി. ദാറ്റ് ഈസ് സി പി എന്ന് പറഞ്ഞാൽ പിയിലെ ടാൻജൻ സ്പേസ് ആണ്, അതും ഒ പി മീൻസ് ദ സർക്കിളിലെ പി എന്ന പോയിന്റ്, അത് രണ്ടും സെയിം ആയിരിക്കണം. അതായത് പി എന്ന പോയിന്റ് സർക്കിളിനും അതുപോലെ കർവിനുമുള്ള കോമൺ പോയിന്റ് ആയിരിക്കണം. ദാറ്റ് ഈസ് ഇങ്ങനെ വരണം, സി പി ഈക്വൽ ടു സം ഒ പി. ഇതാണ്
സർക്കിളെങ്കിൽ സി പി ഈക്വൽ ടു ഒ പി ആയിരിക്കണം. അതായത് ഈ കർവ് അറ്റ് പിയും സർക്കിൾ അറ്റ് പിയും സെയിം പോയിൻ്റ് ആയിരിക്കണം. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഓറിയൻറ്റഡ് കൺസിസ്റ്റൻ്റ്ലി വിത്ത് സി. അതായത് ഈ സർക്കിൾ ഓഫ് കർവേച്ചർ ഒ എന്ന് പറയുന്നത് സി ആയിട്ട് ഓറിയൻറ്റേഷൻ കൺസിസ്റ്റൻ്റ് ഓറിയൻറ്റേഷൻ വേണം. ദാറ്റ് ഈസ് നമ്മുടെ കർവിൻ്റെ ഓറിയൻറ്റേഷൻ ക്യാപിറ്റൽ എൻ, അതുപോലെ സർക്കിളിൻ്റെ ഓറിയൻറ്റേഷൻ N1 ആണെങ്കിൽ N ഓഫ് പി ഈക്വൽ ടു N1 ഓഫ് പി. രണ്ടിനും, ആ കർവിനും ആ സർക്കിളിനും സെയിം ഓറിയൻറ്റേഷൻ ആയിരിക്കണം അറ്റ് പിയിൽ. ദെൻ തേർഡ് വൺ, whose normal turns at the same rate at P as the normal to C. ഈ സർക്കിളിൻ്റെ നോർമലും കർവിൻ്റെ നോർമലും സെയിം റേറ്റിൽ ചേഞ്ച് ചെയ്യണം. അതായത് റേറ്റ് നമ്മൾ ഡെൽ വി എൻ ആണ് ഡിനോട്ട് ചെയ്യാറ്. ഡെൽ വി എന്നും ഡെൽ വി N1 രണ്ടും ഈക്വൽ ആയിരിക്കും ഫോർ എവരി സി പി, ഫോർ എവരി velocity vector Cp, velocity vector or tangent vector Cp that's equal to OP we have. That is, we can picturize like this. ഒരു പ്ലെയിൻ കർവ് ഉണ്ട് സി ആൻഡ് രണ്ട് സർക്കിൾസ്. അത് സർക്കിൾ ഓഫ് കർവേച്ചർ ആകാനുള്ള രണ്ട് പോയിന്റിൽ, ഒരു പോയിന്റ് പിയിലും മറ്റൊന്ന് ക്യൂയിലുമുള്ള രണ്ട് സർക്കിൾ ഓഫ് കർവേച്ചേഴ്സ് തന്നിട്ടുണ്ട്. സോ അതിലെ ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത്, അതായത് ദി സർക്കിൾ ഈസ് ടാൻജൻറ്റ് ടു സി അറ്റ് പി മീൻസ് ദ സെൻറ്റർ ഓഫ് ദി സർക്കിൾ ഒ is the normal line to C at P. അതായത് ഇപ്പോൾ ഇതാണ് നമ്മുടെ സർക്കിൾ ഓഫ് കൺവേർച്ചർ എങ്കിൽ, ഈ സർക്കിളാണെങ്കിൽ O എന്ന് പറയുന്ന സർക്കിൾ, അതിൻ്റെ സെൻറ്ററും അതുപോലെ ഈ സർക്കിളിൻ്റെ സെൻറ്റർ നമ്മൾ ഒരു നോർമൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ, ക്യൂ എന്നുള്ള പോയിന്റിൽ ഒരു നോർമൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈനിലായിരിക്കണം സർക്കിളിൻ്റെ സെൻറ്റർ വരുന്നത്. ദാറ്റ് ഈസ് എങ്ങനെ ആയിരിക്കണം, O എന്ന് പറയുന്ന സർക്കിളിൻ്റെ സെൻറ്റർ നോർമൽ ലൈനിലായിരിക്കണം. ദെൻ Condition 2 says that is oriented consistently with the orientation of the curve C. Condition 2 says that the radius R satisfies the relation. അതായത് റേഡിയസും കർവേച്ചറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. K of P equal to 1/R, mod K of P equal to 1/R. അതായത് റേഡിയസ് കുറഞ്ഞ സർക്കിളിന് കർവേച്ചർ കൂടുതലായിരിക്കും. കർവേച്ചർ മീൻസ് ആക്ച്വലി കർവേച്ചർ എന്ന് പറയുന്നത് മെഷർമെൻറ്റ് ഓഫ് കർവിങ് ആണ്. ഹൗ മച്ച് എ കർവ് കർവ്സ്, ദറ്റ് ഈസ് ദി കർവേച്ചർ. ഒരു കർവ് എത്രത്തോളം ബെൻഡ് ചെയ്തിട്ടുണ്ട്, കർവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ മെഷർമെൻറ്റാണ് കർവേച്ചർ. സോ റേഡിയസ് കുറഞ്ഞ ഒരു സർക്കിളിന് കർവിങ് കൂടുതലായിരിക്കും, റേഡിയസ് കൂടിയ സർക്കിളിന് കർവിങ് കുറവായിരിക്കും. ദറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ് കർവേച്ചറും റേഡിയസും. നമ്മുടെ എർത്ത് ഒരു സ്ഫിയറാണ്, പക്ഷെ നമുക്കതൊരു പ്ലെയിൻ പോലെ തോന്നാൻ കാരണം ഇൻഫൈനൈറ്റ് റേഡിയസ് ഉണ്ട്. അതായത് റേഡിയസ് ഒരുപാട് ഹൈ നമ്പറായിട്ടുള്ള ഒരു സ്ഫിയറാണ് എർത്ത്. സോ അതുകൊണ്ട് തന്നെ അതിന് കർവേച്ചർ, കർവിങ് കുറവായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സോ വി ഫീൽ ദാറ്റ് എർത്ത് ഈസ് ലൈക്ക് എ പ്ലെയിൻ ഫിഗർ. സോ ഹിയർ second condition says that the curvature at P is inversely proportional to the radius of that circle. അതായത് രണ്ടിൻ്റെയും നോർമൽ N ഓഫ് പിയും N1 ഓഫ് പിയും സെയിം ആണ് എന്നാണ് സെക്കൻഡ് കണ്ടീഷൻ. ഈസ് ഓറിയൻറ്റഡ് കൺസിസ്റ്റൻ്റ്ലി വിത്ത് സി. നൗ തേർഡ് വൺ, നോർമൽ ഒരുപോലെ ടേൺ ചെയ്യുന്നു എന്നാണ്. അറ്റ് ദ പോയിന്റ് പി സർക്കിളിൻ്റെ നോർമലും അതുപോലെ നമ്മുടെ സർക്കിൾ ഓഫ് കൺവേർച്ചറിൻ്റെയും അതുപോലെ പ്ലെയിൻ കർവിൻ്റെയും നോർമൽ സെയിം റേറ്റിൽ ടേൺ ചെയ്യുന്നു. ദാറ്റ് മീൻസ് കർവേച്ചർ K ഓഫ് പി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ,
ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ കെ ഓഫ് പി പോസിറ്റീവ് ആണെങ്കിൽ, കർവേച്ചർ പോസിറ്റീവ് ആണെങ്കിൽ നോർമൽ എൻ ഓഫ് പി എന്ന് പറയുന്നത് പോയിന്റ് ടുവാർഡ്സ് ദ സെൻറ്റർ ഓഫ് ഒ. ദാറ്റ് ഈസ് ആ സർക്കിൾ ഓഫ് കർവേച്ചറിൻ്റെ suppose that this is circle of curvature and this is the C എന്ന് പറയുന്ന കർവാണ്. സോ തേർഡ് കണ്ടീഷൻ സേസ് ദാറ്റ് ഓയുടെ സെൻറ്ററിൻ്റെ അതേ ഡയറക്ഷനിൽ എൻ ഓഫ് പി, ദറ്റ് ഈസ് നോർമൽ ഓഫ് ദി പ്ലെയിൻ കർവ് അറ്റ് ദ പോയിന്റ് പി points towards the center of O if the curvature is positive. ഇനി കർവേച്ചർ നെഗറ്റീവ് ആണെങ്കിൽ, കർവേച്ചർ ഈസ് കെ ഓഫ് പി ഈസ് ലെസ് ദാൻ 0, ദെൻ നോർമൽ സർക്കിളിൻ്റെ സെൻറ്ററിന് എവേ, ടുവാർഡ്സ് അല്ല, എവേ ഫ്രം ദി സെൻറ്ററിലേക്ക്, സർക്കിളിൻ്റെ സെൻറ്ററിന് എവേ ആയിട്ട് പോയിൻ്റ് ചെയ്യും. ദാറ്റ് ദി ഓറിയൻറ്റേഷൻ എൻ ഓഫ് പി if k of p is less than 0. സോ അതാണ് സർക്കിൾ ഓഫ് കർവേച്ചറിൻ്റെ കണ്ടീഷൻ. ഇനി ഈ സർക്കിളിൻ്റെ സെൻറ്ററിനെ, സർക്കിൾ ഓഫ് കർവേച്ചറിൻ്റെ സെൻറ്ററിനെ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്നും, അതുപോലെ ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ ഓഫ് കർവേച്ചർ ഈസ് നോൺ ആസ് റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് സി അറ്റ് പി എന്നും പറയും. ഓക്കെ, താങ്ക് യു.